നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ കറുത്ത ഏടായി എന്നും മായാതെ കിടക്കുന്ന അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ന് 50 വയസ്സ്. 1975 ജൂൺ 25 അർദ്ധരാത്രിയിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടന്നതെല്ലാം ഇരുണ്ട ചരിത്രം തന്നെയാണ്. പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ റദ്ദാക്കുകയും മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയും ചെയ്ത ആ ഇരുണ്ട കാലഘട്ടത്തിന്റെ ഭീതി ചുമക്കുന്ന കുറെ മനുഷ്യർ ഇന്നും നമുക്ക് ചുറ്റുമുണ്ട്. രാജ്യത്തെ ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ഭരണഘടനയുടെ 352 വകുപ്പ് പ്രകാരമാണ് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 21 മാസം നീണ്ടുനിന്ന ഈ കാലയളവ് 1977 മാർച്ച് 21 അവസാനിച്ചത്. 1971 റായ്ബറേലി തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാജ് നാരായണൻ നൽകിയ ഹർജിയാണ് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളിലൊന്ന്. തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നെന്നും 1951 ജനപ്രാതിനിധ്യ നിയമം ലംഘിക്കപ്പെട്ടെന്നും ആരോപിച്ചായിരുന്നു ഈ ഹർജി. ഇന്ദിരാഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സർക്കാർ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുവെന്നും ആരോപണമുയർന്നു. തുടർന്ന് 1975 ജൂൺ 12 പുറപ്പെടുവിച്ച വിധി പ്രകാരം 6 വർഷത്തേക്ക് ഇന്ദിരാഗാന്ധിയെ ലോക്സഭയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും അയോഗ്യയാക്കി. ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും അവിടെയും തിരിച്ചടിയാണ് നേരിട്ടത്. 1975 ജൂൺ 24 മലയാളിയായ ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ ബെഞ്ച് പുറപ്പെടുവിച്ച ഇടക്കാല വിധി ഹൈക്കോടതിയുടെ തീരുമാനം ശരിവെക്കുകയായിരുന്നു. എന്നാൽ ഒരു ബദൽ സംവിധാനം ഒരുങ്ങുന്നതുവരെ പ്രധാനമന്ത്രിയായി തുടരാൻ ഇന്ദിരാഗാന്ധിക്ക് അനുമതി നൽകുകയും ചെയ്തു. ഈ രാഷ്ട്രീയ അസ്ഥിരതയും കോടതി വിധിയും ചേർന്നാണ് പിന്നീട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിലേക്ക് വഴിയൊരുക്കിയത്. അടിയന്തരാവസ്ഥ കാലത്ത് പൗരസ്വാതന്ത്ര്യങ്ങൾ വ്യാപകമായി അടിച്ചമർത്തപ്പെട്ടു. പ്രധാന രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹിക പ്രവർത്തകർ, പ്രതിപക്ഷാംഗങ്ങൾ എന്നിവരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. മാധ്യമങ്ങൾക്ക് കർശനമായ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. സർക്കാരിനെ വിമർശിക്കുന്ന വാർത്തകളും അഭിപ്രായങ്ങളും അടിച്ചമർത്തപ്പെട്ടു. നിർബന്ധിത വന്ധ്യകരണം പോലുള്ള വിവാദപരമായ പദ്ധതികളും ഈ കാലയളവിൽ നടപ്പിലാക്കി. അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾ എന്നും നമുക്കൊരു പാഠം കൂടിയാണ്. സ്വതന്ത്ര മാധ്യമങ്ങളും ശക്തമായ പ്രതിപക്ഷവും ജനാധിപത്യ സംവിധാനത്തിന് എത്രത്തോളം അനിവാര്യമാണെന്ന് ഈ കാലഘട്ടം ഇന്ത്യൻ സമൂഹത്തെ പഠിപ്പിച്ചു. ജാഗ്രതയോടെയും ഉത്തരവാദിത്തത്തോടെയും ജനാധിപത്യ മൂല്യങ്ങളെ കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം അടിയന്തരാവസ്ഥയുടെ ഓർമ്മകൾ എന്നും ഇന്ത്യൻ പൗരന്മാരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും.